was you to the sky. The summer was alive, going to the end of time. I can see the daylight. I swear perfectly, is it really the end? Just so like a stranger, so far away from me. You said you're running for me, but I managed from our story. Baby, don't be sorry for me, 'cause it's just perfect story. You said you're running for me, but I managed from our story. Baby, don't be sorry for me, 'cause it's just perfect story. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങൾ മുമ്പ് എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. പക്ഷേ അത് എന്താ പറയുക, അപ്ലോഡ് ചെയ്യാതിരുന്ന ആ ഒരു സംഭവം ഡോക്യുമെൻ്റ് ചെയ്യാതെ പോവല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോ ഞാൻ 2 പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അതായത് ഒരേ വീഡിയോയിൽ 2 ഒക്കേഷൻസിൽ വന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങളായിരിക്കും ഞാൻ പറയുന്നുണ്ടാവുക. ഇപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ അബുദാബിയിലുള്ള ഷെയ്ഖ് സായദ് ഫെസ്റ്റിവലിലേക്കാണ്. ഇതുവരെ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അമ്മൂമ്മയായിട്ട് ഞങ്ങൾ ഫസ്റ്റായിട്ട് ഇങ്ങോട്ട് വരികയാണ്. ഇത് നമ്മൾ വരുന്നത് ഡിസംബർ ആ ഒരു ടൈമിലാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ അമ്മൂമ്മയായിട്ട് വന്നു. അപ്പം കാർ പാർക്കിങ്ങിൻ്റെ അവിടെയൊക്കെ ഞങ്ങൾ വണ്ടി ഇട്ടതിന് ശേഷം കുറച്ച് നടക്കാനുണ്ടായിരുന്നു. നടന്ന് നമ്മൾ അവിടെ ചെന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തു. പെർ ഹെഡ് 10 ദിർഹമായിരുന്നു. അപ്പം പക്ഷേ സീനിയർ സിറ്റിസന് അത് ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾ അറിഞ്ഞില്ല. അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് അവർ പറയുന്നത് സീനിയർ സിറ്റിസനും ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കും ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ലാന്ന്. അങ്ങനെ ഞങ്ങളിത് ഈ ടിക്കറ്റൊക്കെ കൊടുത്ത് എൻട്രി ചെയ്തപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് അബുദാബിയിൽ ഉണ്ടെങ്കിൽ പോലും ഇങ്ങോട്ട് വരുന്നത്. അതുപോലെ തന്നെ അമ്മയ്ക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഗ്ലോബൽ വില്ലേജ് പോകണമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഗ്ലോബൽ വില്ലേജ് പോണതിൻ്റെ മുമ്പ് ഒരു ട്രയലായിട്ട് ഷെയ്ഖ് സായദ് ഫെസ്റ്റിവലിൽ അമ്മൂമ്മനെ കൊണ്ടുവരുമ്പം അമ്മൂമ്മയ്ക്ക് എന്തായിരിക്കും ഫീൽ ഉണ്ടാവുക, അല്ലെങ്കിൽ അമ്മയ്ക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ അറിയാൻ പറ്റുമല്ലോ. അപ്പം ബോറടിക്കോ ഇല്ലയോ ഒന്നും നമുക്കറിയില്ല. അപ്പോൾ ഒരു ടെസ്റ്റർ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഷെയ്ഖ് സായദ് ഫെസ്റ്റിവലിലേക്ക് വന്നത്. ഇൻ കേസ് ഇനി ഗ്ലോബൽ വില്ലേജിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഷെയ്ഖ് സായദ് ഫെസ്റ്റിവൽ അതിൻ്റെ ഒരു മിനി ഒരു വേർഷനാണല്ലോ. അപ്പോൾ എന്തായാലും എത്തിയപ്പോൾ തന്നെ അത് ഇതുപോലത്തെ നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മമ്മയ്ക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അമ്മമ്മ കുറേ ഭയങ്കര എന്താ പറയുക, ഒരു എക്സൈറ്റഡ് ആയിട്ട് തന്നെയാണ് പുള്ളിക്കാർ നോക്കിക്കൊണ്ടിരുന്നത്. അവിടെ നമുക്ക് വീൽ ചെയർ അസിസ്റ്റൻസ് ഒക്കെ നമുക്ക് കിട്ടും. എത്രയോ പെർ അവർ അങ്ങനെയുള്ള രീതിയിലാണ് അവരത് പേയ്മെൻറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഈ തവണ വന്നപ്പോൾ നമ്മളത് എടുത്തില്ല. UAE ആർട്ട് ഫോമും കൾച്ചറും ചൂണ്ടിക്കാണിക്കുന്ന രീതിയിൽ തന്നെ ആയിരുന്നു ഇവരുടെ പെവിലിയനാണെങ്കിലും ആ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ. അപ്പോൾ ഇനീഷ്യൽ ഭാഗത്തൊക്കെ ഈ UAE പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ ഇവരെ കൾച്ചർ ആൻഡ് ടൂറിസം ആ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയപ്പം ഇതുപോലുള്ള ഡാൻസ് നമുക്ക് കാണാൻ പറ്റി. പിന്നെ പുറത്തോട്ട് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പം ഇതുപോലത്തെ ഒരു വ്യത്യാസമുള്ളൊരു മ്യൂസിക്കിലായിരുന്നു ഈ ഒരു ഡാൻസ്. ഞാൻ ജസ്റ്റ് കേൾപ്പിച്ചത്. ഇത് ആക്ച്വലി ഏത് ലാംഗ്വേജാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല. പക്ഷേ ഒരു പ്രത്യേക തരം ഒരു മ്യൂസിക്കായിരുന്നു അത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവരെ ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് ഈ കാണുന്ന സംഭവം ഭയങ്കര ഒരു നീണ്ട ക്യൂവിൽ എല്ലാവരും മേടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും മേടിച്ച് ആക്കിക്കും അമ്മമ്മയ്ക്കും കൊണ്ടുകൊടുത്തു. ഇതൊരു സ്പെഷ്യലായിട്ടുള്ള, ഞാൻ ഗ്ലോബൽ വില്ലേജിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ എന്നാലും നമ്മളിതുവരെ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മമ്മയ്ക്കും കൊണ്ടുകൊടുത്തു. ജാഗ്രിയും ഹണിയും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു കോട്ടിങ്ങാണ് അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളിങ്ങനെ ഓരോ പെവിലിനായിട്ട് നടക്കുമ്പം ഇതുപോലത്തെ നമ്മുടെ ബ്ലൂബെറിയുടെ ഒരു ജ്യൂസായിരുന്നു അവർ കൊടുക്കുന്നുണ്ടായിരുന്നത്. ഞാൻ ആക്ച്വലി ടർക്കിഷ് ടീ ആണെന്ന് വിചാരിച്ച് മേടിച്ചതായിരുന്നു. പക്ഷെ കിട്ടിയപ്പോൾ സംഭവം ഈ ഒരു ജ്യൂസായിരുന്നു. അങ്ങനെ കുറച്ച് പെവിലിനൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മൂമ്മയ്ക്കും അക്കയ്ക്കും നടന്ന് വയ്യാതെയായി. അപ്പോൾ അവരൊരു സൈഡായി. ഞാൻ പിന്നെ എല്ലാ പെവിലിനും ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് തന്നെ ഒന്ന് നടന്ന് കണ്ടു. അപ്പോൾ എനിക്ക് തോന്നിയൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ വില്ലേജിൽ ഒരുപാട് വ്യത്യാസമുള്ള ഷോപ്സ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കൂടുതലായിട്ടും ക്ലോത്തിങ്ങും ഇതേപോലെ ആക്സസറീസിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് കൂടുതലായിട്ട് കണ്ടത്. അതാണ് എനിക്കൊരു വ്യത്യാസം തോന്നിയിട്ടുള്ളത്. പിന്നെ അമ്മൂമ്മേനെ സംബന്ധിച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഇതെല്ലാം കൂടി കണ്ടിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്തു. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഇതാണ് ഒരു തവണ നമ്മൾ ഷെയ്ഖ് സായിദ് ഫെസ്റ്റിവലിൽ വന്നപ്പോൾ ഉണ്ടായ കുറച്ച് വിശേഷങ്ങൾ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മൾ ന്യൂ ഇയർ ഈവിന് വന്നത്, അതായത് ഡിസംബർ 31 ഞങ്ങൾ അമ്മൂമ്മയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വേൾഡ് റെക്കോർഡായിട്ടുള്ള ന്യൂ ഇയർ സെലിബ്രേഷൻ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രയറായിട്ട് ടിക്കറ്റൊക്കെ എടുക്കണമായിരുന്നു. 50 ദിർഹമായിരുന്നു പെർ ഹെഡ്. അന്നും ഞങ്ങൾ ചതിക്കപ്പെട്ടു. ഞങ്ങൾ അമ്മൂമ്മയ്ക്ക് വീണ്ടും ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ പറഞ്ഞു സീനിയർ സിറ്റിസന് ആവശ്യമില്ല എന്ന് പറഞ്ഞു ടിക്കറ്റ്. അപ്പോൾ എന്തായാലും ആ ടിക്കറ്റ് വെറുതെ പോയി. പിന്നെ ബാക്കിയുള്ള ദിവസം എല്ലാം 10 ദിർഹം വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് പിന്നെ അത് റീയൂസ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്നപ്പോഴേക്കും ഇതുപോലത്തെ ലേസർ ഷോസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. മ്യൂസിക്കൊക്കെ ബാക്ക്ഗ്രൗണ്ടിലുണ്ടായിരുന്നു. സംഭവം നമ്മൾ നേരത്തെ എത്തിയെങ്കിൽ പോലും ഇവിടെ ഓൾറെഡി ആളുകൾ വന്ന് അവരുടേതായ സ്പോട്ടൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ 3 പേര് മാത്രമല്ല, അഞ്ജലിയും ശ്രീതേട്ടനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മൂമ്മയ്ക്ക് വീൽ ചെയർ അസിസ്റ്റൻസ് നമ്മൾ എടുത്തു. കാരണം അത് 1 മണിക്കൂറല്ല, എത്രയോ മണിക്കൂറിനാണ് നമ്മൾ എടുത്തത്. ഒരു ഫുൾ ഡേ ചാർജ് തന്നെ കൊടുത്തെടുത്തു. കാരണം ഇനി നമ്മൾ വൈകുന്നേരം വന്നിട്ട് നമ്മൾ എന്തായാലും പുലർച്ചെ ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള രീതിയിൽ ഒരു ഫുൾ ഡേ ചാർജിലാണ് വീൽ ചെയറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഓരോ സ്ഥലങ്ങളും തപ്പി ഇങ്ങനെ നടക്കുമായിരുന്നു, എവിടെയാണ് നമുക്കൊരു കറക്റ്റ് സ്പോട്ട് കിട്ടുക എന്നുള്ളത്. അങ്ങനെ ശ്രീതേട്ടനും അക്കയും ഭയങ്കര കഷ്ടപ്പെട്ട് നമുക്ക് നല്ല അടിപൊളി സ്പോട്ട് കണ്ടുപിടിച്ചു തന്നു. അവിടെ ചെന്ന് സെറ്റായിരിക്കുമ്പോഴേക്കാണ് നമ്മൾ ഈ ഒരു അബുദാബിയുടെ ഒരു അടിപൊളി ബലൂൺ ഇനീസിയേഷൻ നമ്മൾ കാണുന്നത്. അതായത് ഗ്രീനർ ടുമോറോ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ 1 ലാക്കോളം ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ബലൂൺസാണ് ഇവർ കാറ്റത്ത് പറത്തി വിട്ടത്. അങ്ങനെയുള്ള ഒരു സംഭവം കൂടി നമുക്ക് കാണാൻ വേണ്ടി പറ്റി. അടുത്തതായിട്ടുള്ള പരിപാടിയാണ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് 6000 ഡ്രോൺസ് യൂസ് ചെയ്തിട്ട് അടിപൊളിയായിട്ടൊരു സ്പെക്ടാക്കുലർ ഏരിയൽ ഡിസ്പ്ലേ ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഡ്രോണിൻ്റെ ഡിസ്പ്ലേസ് ഡിഫറെൻറ്റ് പാറ്റേൺസിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്സും ഫിഗേഴ്സും നമുക്ക് നമ്മുടെ സ്കൈയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഭയങ്കര ഒരു മാജിക്കലായിട്ടുള്ളൊരു ട്രീറ്റായിരുന്നു നമുക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടി പറ്റിയത്. ഇതൊരു 20 മിനിറ്റ്സോളം ലാസ്റ്റ് ചെയ്തു. ഇതാണ് വൺ ഓഫ് ദ വേൾഡ് റെക്കോർഡ് ഹിറ്റ് ചെയ്ത ഒരു സംഭവം ഈ ഒരു 2025 ന്യൂ ഇയർ പരിപാടിക്ക്. പിന്നെ അതുപോലെ തന്നെ ഇതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ ന്യൂ ഇയർ ഫയർ വർക്ക്സ് ആണ്. അതും ഒരു 53 മിനിറ്റ്സ് ലാസ്റ്റ് ചെയ്യുന്ന ഫയർ വർക്ക്സ് ആണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അതും വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആലോചിക്കണ അമ്മൂമ്മ എന്തൊരു ലക്കിയാണെന്നാണ്. കാരണം അമ്മൂമ്മയ്ക്ക് ഈ ഒരു സമയത്ത് നമ്മൾ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറ്റിയതും ഈ ഒരു വേൾഡ് റെക്കോർഡ് അല്ലെങ്കിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡായിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ അമ്മമ്മയ്ക്ക് കാണാൻ വേണ്ടി പറ്റി, അല്ലെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഹാപ്പിനെസ്. പുള്ളിക്കാരി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. സംഭവം സമയവും കാര്യങ്ങളൊക്കെ വളരെ ലേറ്റായിരുന്നു, പുലർച്ചെയായിരുന്നു, തണുപ്പുണ്ടായിരുന്നു. പക്ഷെ എല്ലാതും അമ്മൂമ്മ സഹിച്ചിട്ടാണെങ്കിൽ പോലും അമ്മൂമ്മ അത് എൻജോയ് ചെയ്തു എന്നുള്ളതാണ് സത്യം. ലൈഫിൽ ഇന്നേ വരെ കാണാൻ പറ്റാത്ത ഒരുപാട് മാജിക്കലായിട്ടുള്ള കാര്യങ്ങൾ അമ്മൂമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റി നമുക്ക്. അങ്ങനെ 20 മിനിറ്റ്സ് നീണ്ടു നിൽക്കുന്ന നമ്മുടെ ഡ്രോൺ ഷോ ഇവിടെ തീർന്നു. നമ്മൾ തൃശ്ശൂർക്കാരി ആണെങ്കിൽ പോലും ഉണ്ടല്ലോ, ഈ ഒരു വേൾഡ് റെക്കോർഡ് ഫയർ വർക്ക്സ് കാണുമ്പം ആരായാലും ഞെട്ടിപ്പോവും. കാരണം നമ്മളെ തൃശ്ശൂരും നമ്മൾ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ നമുക്ക് സൗണ്ട് ഇഫക്റ്റ് കുറച്ചുകൂടി കൂടുതലായിരിക്കും. പക്ഷേ ഇവിടെ സൗണ്ട് ഇഫക്റ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. വിഷ്വലി നമുക്ക് കാണാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ട്രീറ്റ് തന്നെയായിരുന്നു നമുക്ക് കിട്ടിയത്. 53 മിനിറ്റ്സ് നീണ്ടു നിൽക്കുന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹിറ്റ് ചെയ്ത ഫയർ വർക്ക്സ് കാണാനും വേണ്ട ഒരു ഭാഗ്യം. അതെൻ്റെ അമ്മൂമ്മയ്ക്കും കാണാൻ പറ്റി എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഇതിങ്ങനെ ഒരു 53 മിനിറ്റ് എല്ലാവരും എന്നോട് ചോദിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 53 മിനിറ്റ് നമുക്ക് ഈ ഫയർ വർക്ക്സ് കാണുമ്പം ഒരേപോലത്തെ ഫീൽ നമുക്ക് ഉണ്ടോ, അത് കുറച്ച് നേരം കഴിയുമ്പോൾ ബോറടിക്കുമോ എന്നുള്ളതാണ്. ബോറടിക്കോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടെ പ്രസക്തി. ഇവർ ഈ വേൾഡ് റെക്കോർഡിന് വേണ്ടിയിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ആ ഒരു എഫേർട്ടും കാര്യങ്ങളും നമ്മൾ കാണാതെ പോരുത്. അപ്പം ഏറ്റവും ബ്യൂട്ടിഫുള്ളി നമുക്ക് ഒരു ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളൊരു വിഷ്വൽ ട്രീറ്റാണ് കിട്ടിയത്.
നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ ഒരു സംഭവം വിറ്റ്നസ് ചെയ്യാൻ വേണ്ടി പറ്റി എന്നുള്ളത് കൊണ്ട് തന്നെ. കുറേ നേരം ഫയർ വർക്ക്സ് അങ്ങോട്ട് നോക്കിയിരുന്ന അമ്മൂമ്മേനെ ഞാനൊന്ന് തിരിച്ചിരുത്തി. കാരണം ഫയർ വർക്ക്സ് ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ട് പുള്ളിക്കാരീനെ ഒന്ന് വീഡിയോയിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്തായാലും എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളിക്കാരി ഭയങ്കര ഹാപ്പിയാണ്. ഇതുവരെ ഇത്രയും അടുത്തുനിന്നോ ലൈവായിട്ട് ഇങ്ങനെ കണ്ടിട്ടില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞു. ഇതുവരെ കണ്ടിട്ടില്ല എന്നല്ല, ഇതുവരെ ഇത്രയും നീണ്ടു നിൽക്കുന്ന ഫയർ വർക്ക്സ് കണ്ടിട്ടില്ല എന്ന് മെൻഷൻ ചെയ്തു. കാരണം നമ്മുടെ തൃശ്ശൂർ അപ്പൂപ്പൻ്റെ കൂടെയൊക്കെ അമ്മൂമ്മ ഒരുപാട് ഫയർ വർക്ക്സ് കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കണ്ടിട്ടില്ല എന്ന് പറയുന്നത് അതൊരു തെറ്റായിപ്പോവും. എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു അടിപൊളി ഹാപ്പി ന്യൂ ഇയർ. ഈ ഒരു വീഡിയോ ആക്ച്വലി അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് വൈകിപ്പോയി, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിപ്പോയി. എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.